വ്രതങ്ങൾ പ്രധാനമായും 3 വിധത്തിലാണ് ഉള്ളത്. നിത്യം, നൈമിത്തികം, കാമ്യം എന്നിവയാണ് അവ. പുണ്യസഞ്ചയത്തിനായി, അതായത് മോക്ഷപ്രാപ്തിക്കായി അനുഷ്ഠിക്കുന്നവയാണ് നിത്യം. ഏകാദശി തുടങ്ങിയ വ്രതങ്ങൾ നിത്യത്തിൽ ഉൾപ്പെട്ടവയാണ്. പാപപരിഹാരത്തിനായിട്ടുള്ളതാണ് നൈമിത്തികം എന്നുള്ളതായിരിക്കുന്ന വ്രതം. ചന്ദ്രായണാദി വ്രതം തുടങ്ങിയവ നൈമിത്തികങ്ങളാണ്. ഏതെങ്കിലും ആഗ്രഹ സാഫല്യത്തിനായി ഉള്ളതാണ് കാമ്യവ്രതങ്ങൾ. തിങ്കളാഴ്ച വ്രതം, ഷഷ്ഠിവ്രതം തുടങ്ങിയവയെല്ലാം തന്നെ കാമ്യവ്രതങ്ങളാണ്. ഈ വ്രതാനുഷ്ഠാനങ്ങളെയെല്ലാം മാനസികം, കായികം, വാചികം എന്നിങ്ങനെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. ബ്രഹ്മചര്യം, സത്യം, മറ്റുള്ളവരെ ദേഷിക്കാതിരിക്കുക, നല്ലത് വിചാരിക്കുക, സരളത, ദയ എന്നിവ മാനസിക വ്രതത്തിന്റെ ഘടകങ്ങളാണ്. ആഹാര നിദ്രാദികളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതും പാപകരങ്ങളായ പ്രവൃത്തികൾ ചെയ്യാതിരിക്കുന്നതുമാണ് കായികം. മൗനം, സത്യം മാത്രം പറയുക, മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ സംസാരിക്കുക, പ്രാർത്ഥിക്കുക എന്നിവ വാചികങ്ങളാണ്. കായികവും വാചികവും മാനസികവുമായ പാപങ്ങളാണ് മനുഷ്യന്റെ സകല രോഗങ്ങൾക്കും ദുഃഖങ്ങൾക്കും പ്രധാനമായ കാരണം. അതിനാൽ തന്നെ വ്രതങ്ങളെ പോലെയുള്ള അനുഷ്ഠാനങ്ങളിൽ കൂടി ഈ പാപങ്ങളെ കഴുകിക്കളഞ്ഞ് ശുദ്ധത നേടാൻ ശ്രമിക്കുകയാണ് നാം ചെയ്യേണ്ട കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ശരീരം, വാക്ക്, മനസ്സ് എന്നിവ കഴിയുന്നത്ര ശുദ്ധമായി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. വ്രതം അനുഷ്ഠിക്കുന്നവർ വ്രതത്തിന്റെ സ്വഭാവവും ശാസ്ത്രവിധിയും അനുസരിച്ച് അന്നപാനാദികൾ നിയന്ത്രിക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യേണ്ടതാണ്. സൽക്കാര രൂപത്തിലുള്ളതോ ദാനരൂപത്തിലുള്ളതോ ആയ യാതൊന്നും സ്വീകരിക്കരുത്. പകലുറക്കം, സ്ത്രീ സഹശയനം, എണ്ണ തേച്ചുകുളി, വെറ്റിലമുറുക്ക്, പുകവലി, മദ്യപാനം, ചൂതുകളി, ഹിംസ, അസത്യം തുടങ്ങിയവയെല്ലാം വ്രതകാലത്തെ ഒഴിവാക്കണം. മനസ്സിൽ സാത്വികഭാവം വളർത്തി ഈശ്വര ചൈതന്യം ഉണർത്തുന്നതിന് ഈ നിയന്ത്രണം സഹായിക്കുന്നു. സത്യം, ക്ഷമ, ദയ, വൃത്തി, ഈശ്വരാരാധന എന്നിവ വ്രതാനുഷ്ഠാനത്തിന്റെ ഫലപ്രാപ്തിക്ക് അത്യാവശ്യം വേണ്ട ഘടകങ്ങളാണ്. ലോകത്തിലെ പ്രധാന മതങ്ങളെല്ലാം തന്നെ ഉപവാസത്തിന്റെ മഹത്വത്തിനെ അംഗീകരിക്കുന്നുണ്ട്. വ്രതത്തിന്റെ സ്വഭാവത്തിനനുസരിച്ച് ഭാഗികമായോ പൂർണ്ണമോ ആയ ഉപവാസം ഏതു വ്രതത്തിനും പാലിക്കേണ്ടതുണ്ട്. കർമ്മപാപങ്ങളിൽ നിന്നും വിരമിച്ച് ഗുണങ്ങളോടൊപ്പം വസിക്കുക എന്നതാണ് ഉപവാസം. വ്രതദിവസം പൂർണ്ണമായും ആഹാരം ഒഴിവാക്കേണ്ടതായുണ്ട്. ഒരിക്കൽ മാത്രം ഭക്ഷണം കഴിക്കുക എന്നിങ്ങനെ പല രീതിയിലും ആഹാര നിയന്ത്രണം പതിവുണ്ട്. വിശന്നിരിക്കുന്ന ഒരുവനെ ആഹാരത്തോടുള്ള ആഗ്രഹമാണ് നിയന്ത്രിക്കാൻ ഏറ്റവും പ്രയാസത്തിലുള്ളത്. വ്രതാനുഷ്ഠാനത്തിലൂടെ ആ നിയന്ത്രണശേഷി കൈവരുമ്പോൾ സ്വാഭാവികമായും ആ വ്യക്തിക്ക് മറ്റ് പല ആഗ്രഹങ്ങളും നിയന്ത്രിക്കാൻ കഴിയുന്നതാണ്. അങ്ങനെ ആ വ്യക്തിയുടെ മനസ്സ് സാത്വികവും ഈശ്വരോന്മുഖമാവുകയും ചെയ്യും.